എന്തിലും ഇരിക്കുന്ന ഭഗവാനെ കാണാനാണ് നമ്മളൊക്കെ മനസ്സിരുത്തുള്ളത്. എന്തിലും ഇരിക്കുന്ന ഭഗവത് ചൈതന്യത്തെ. നമുക്ക് എന്തിനോടും സ്നേഹം തോന്നുന്നത് എപ്പോഴാ? ഈ ബ്രഹ്മാവിൻ്റെ ഈ വികൃതി നടക്കണ ഒരു കാലം ഉണ്ടായില്ലോ, അത്രയും കാലം, അതായത് കട്ടിച്ചൊരു കൊല്ലം, ഭഗവാൻ തന്നെ ഓരോ ഗോപിമാരുടെയും ഗോപന്മാരുടെയും ഭവനങ്ങളിൽ അവരുടെ പശുക്കുട്ടികളായിട്ടും പശുക്കളായിട്ടും അതുപോലെ അവരുടെ ഗോപക്കുട്ടികളായിട്ടും ഒക്കെ അങ്ങോട്ട് ചെന്ന് കയറുക ഉണ്ടായത്. അവരുടെ തൊഴുത്തിൽ പോയി നിന്നതും ഭഗവാനാണ്, തൊഴുത്തിൽ അവരെ കൊണ്ടുപോയി ആക്കിയ ഗോപക്കുട്ടികളും ഭഗവാനാണ്, ഒക്കെ അതെ. അപ്പോൾ ബലരാമസ്വാമി ഒരു ദിവസം ഈ വിദ്യ കണ്ടുപിടിച്ചു. എന്താ കണ്ടുപിടിച്ചത്? ഗോവർദ്ധന പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കണ ഒരു തള്ളപ്പയ്യ്, അതിന് ഇപ്പം പെറ്റൊരു പൈക്കുട്ടി അതിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. അങ്ങനെയാണല്ലോ, പൈക്കുട്ടികളെ പ്രത്യേകിച്ച് കെട്ടണ്ട, അമ്മ പയ്യൻ്റെ ഒപ്പം അതിങ്ങനെ പൊക്കോളും. പൈക്കളെ നോക്കിയ നിശ്ചയുള്ളവരൊക്കെ അറിയാം. എന്നാൽ ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഈ പൈക്കുട്ടികളെ അമ്മ പൈക്കളെ കുത്തി ആട്ടും ദൂരത്തൊക്കെ, പിന്നെ പാല് കുടിക്കാൻ ചെന്നാൽ കുത്തുന്നത്. അപ്പോൾ ഒരു പ്രായം വരെ സ്വതവേ പശുക്കൾ അവരുടെ കുട്ടികളോട് അങ്ങനെ ഒരു വാത്സല്യം കാണിക്കാറുള്ളൂ, പാല് കൊടുക്കുക ഈ ജാതിയൊക്കെ. പക്ഷേ ബലരാമസ്വാമി നോക്കിയപ്പോൾ കണ്ടതെന്താ? ഒരമ്മ പയ്യ് അത് മുമ്പേ പറ്റ ഒരു പയ്യൻ്റെ കുട്ടിയെ താഴത്ത് യമുനാ തീരത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ അതവിടുന്ന് ആ ഗോവർദ്ധനഗിരിയുടെ മുകളിൽ നിന്ന് ചാടി ഓടി നിറഞ്ഞ സ്തനങ്ങളിൽ നിന്നിങ്ങനെ പാല് തുള്ളി തുള്ളിയായിട്ട് വീഴണം. അങ്ങനെ അത് ചാടി ഓടി വന്ന് ഈ പൈക്കുട്ടിക്ക് പാല് കൊടുക്കണു. ഇതെങ്ങനെ? നോക്കുമ്പോഴാണ് ഇതുപോലെ ഗോപിമാരുടെ ഇടയിലും കാണാണ്ട്. ഇപ്പം പെറ്റ കുട്ടിക്ക് കൊടുക്കണ പോലെ തന്നെ മുമ്പേ പെറ്റ കുട്ടിക്കും ഇപ്പോഴും പാല് കൊടുത്തുകൊണ്ടിരിക്കണു. ഇതെന്ത് കഥ? ഇങ്ങനൊരു മായ എനിക്കും കൂടി അനുഭവപ്പെട്ടുവെങ്കിൽ അത് എൻ്റെ ഈശ്വരനായിരിക്കുന്ന ഭഗവാന്റെ ക്രീഡയല്ലാതെ വേറൊന്നുമല്ല എന്ന് ബലരാമസ്വാമി ബലരാമസ്വാമി അറിഞ്ഞു. എന്തുകൊണ്ടാ ഓരോരുത്തർക്കും മറ്റൊരു വസ്തുവിനോട് പ്രേമം തോന്നുന്നത്? തന്നിൽ താനായിരിക്കുന്ന ആത്മസ്വരൂപം തന്നെ അതിൽ അതായിട്ടിരിക്കണു. അപ്പം തനിക്ക് തന്നോടുള്ള സ്നേഹത്തിൻ്റെ ഒരംശമാണ് അവിടെയുള്ള ആത്മസ്വരൂപത്തോട് നമ്മളൊക്കെയും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തു വസ്തുവിനോടും ഒരാളെ എന്തുകൊണ്ടാ? തന്നിൽ താനായിരിക്കുന്നതിനെ തന്നെ അവിടെയും കാണുന്നുണ്ട്. പക്ഷെ മായാവൈഭവം കൊണ്ട് പലതായിട്ടാണ് ആ ഒരു വസ്തുവിനെ കാണുന്നത് എന്നേ ഉള്ളൂ. ഒരു തെറ്റിദ്ധാരണ കൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നു, അത്രയേ ഉള്ളൂ. യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോൾ ഈ കൃഷ്ണനല്ലാതെ മറ്റൊന്നും, ഈ എല്ലാറ്റിനും ഇരിക്കുന്നതിനെ ബ്രഹ്മം 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 എന്ന് പറയുന്നതിനെയാണ് കൃഷ്ണൻ എന്ന കൃഷ്ണമേനം അവേഹിത്വം ആത്മാനം അഖിലാത്മനാം അഖിലാത്മനാം ആത്മാനം കൃഷ്ണം ഏനം അവേഹി. തിരിച്ചറിഞ്ഞോളൂ. എന്താ തിരിച്ചറിയേണ്ടത്? എല്ലാറ്റിനും ഇരിക്കുന്ന ആത്മസ്വരൂപത്തെയാണ് കൃഷ്ണൻ എന്ന് തിരിച്ചറിഞ്ഞോളൂ. ഈ ഭഗവാനെ എന്തിനാ അന്വേഷിക്കണത്? അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അന്തരിഹിതേനന്ത ഭവന്തമേവ ഹ്യതത്യജന്തോ മൃഗയന്തി സന്തഃ അസന്തമപ്യന്ത്യഹിമന്തരേണ സന്തം ഗുണം തം കിമു യന്തി സന്തഃ എന്ന് ബ്രഹ്മാവ് ചോദിക്കുകയാണ്. കേൾക്കണ ആൾക്കാർക്കും അത് തന്നെയാണ് അപ്പോൾ ചോദിക്കാനുള്ളത്. കുറേ എന്താ പറഞ്ഞു, എന്താ ഇപ്പോൾ ഒന്നും മനസ്സിലായില്ല. അതോ അന്തരിഹിതനാണ് ഭഗവാൻ. അന്തരിഹിതനായിരിക്കുന്ന ആ ഭഗവാനെ, അങ്ങനെയുള്ള അങ്ങയെ തന്നെ അതത്യജന്തഃ തന്നുള്ളിൽ തന്നെ ഇരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ആ ഭഗവാനെ അതിനെ വിട്ട് വേറെ പല ദിക്കിലും ആളുകൾ അന്വേഷിക്കണം. എന്തിനോ യോഗികളൊക്കെ പല ദിക്കിലും ആ ഭഗവാനെ അന്വേഷിച്ചു കൊണ്ടിരിക്കുക. എങ്ങനെയാണ് അവർക്ക് ഭഗവാനെ കിട്ടുക? കാരണം പുറമേക്ക് അന്വേഷിച്ചു പോയാൽ ഭഗവാനെ കിട്ടില്ല. ഭഗവാൻ എവിടെയായിരിക്കണത്? ഉള്ളിലായിരിക്കണത്. അപ്പം ഇങ്ങനെയുള്ള
പരമേശ്വരനായിരിക്കുന്ന ഭഗവാനെ മാറോട് ചേർക്കാനും പാല് കൊടുക്കാനും ചുംബിക്കാനും കെട്ടിപ്പിടിക്കാനും ഒക്കെ സാധിച്ചു കൊണ്ടിരിക്കുന്ന ആ അതിധന്യകളായിരിക്കുന്ന ഗോപിമാരുടെ ഭാഗ്യമെന്ത്? ഇപ്പോൾ ഭഗവാൻ തന്നെയാണ് അവരുടെ കുട്ടികളായിട്ട് വേഷം കെട്ടിയിട്ട് അവിടെ അവരുടെ ഭവനങ്ങളിലൊക്കെ ചെന്നിരിക്കണതേ. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ ഒരു കുട്ടിയോട് കാണിക്കുന്ന വാത്സല്യത്തോട് കൂടിയിട്ട് അവരൊക്കെ സുലഭമായിട്ട് ഇങ്ങനെ ചീത്ത പറയണു. കഴിക്കാൻ കേട്ടോ എത്ര തവണ ഈ പറയണു എന്ന് പറഞ്ഞ് അവർ മര്യാദയ്ക്ക് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒന്നും തരില്ല നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തണു. ഒക്കെ ആരെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കണത്? അവരുടെ കുട്ടികൾ എന്നുള്ള നിലയ്ക്ക് ഉണ്ണികൃഷ്ണനോടാണ് അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണത്. ഉണ്ണികൃഷ്ണനെയാണ് അവർ മടിയിൽ വെക്കണത്. കൈ വളരട്ടെ കാല് വളരട്ടെ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു കൊടുക്കണത്. രാവിലെ ചീത്ത പറഞ്ഞ് ചിലപ്പോൾ ഇടയ്ക്ക് ഓരോന്ന് പൊട്ടിച്ച് അവസാനം ആ കുഞ്ഞുങ്ങൾ രാത്രി കിടന്നുറങ്ങിയാൽ ഈ അമ്മ അടുത്ത് പോയിരിക്കേ വേനിച്ചോ എന്ന് പറഞ്ഞ് അവർക്ക് തഴുകി കൊടുക്കുന്നത്. ഇതൊക്കെ ശീലിക്കുന്നത് ആരുമായിട്ടാണ്? ഈ ഗോപിമാർ ആ ഉണ്ണികൃഷ്ണനുമായിട്ടാണ്. അഹോ തിധന്യ വ്രജഗോരമണ്യ സ്തന്യാമൃതം പീതമതീവതേ മുദാ. അങ്ങാൽ സ്തന്യാമൃതം പാനം ചെയ്യപ്പെടാൻ അവരുടെ സ്തനം ചുരത്തുന്നത് അമൃതമായി ഭവിച്ചത് എപ്പോഴാണ്? ഭഗവാൻ അത് പാനം ചെയ്തപ്പോഴാണ്. അങ്ങനെയുള്ളൊരു ഭാഗ്യം ചെയ്ത ആ ഗോപിമാര് അഹോ ഭാഗ്യം അഹോ ഭാഗ്യം നന്ദഗോപവ്രജൗകസാം യന്മിത്രം പരമാനന്ദം പൂർണ്ണം ബ്രഹ്മ സനാതനം. സനാതന തത്വമായിരിക്കുന്ന ബ്രഹ്മമായിരിക്കുന്ന പൂർണ്ണത ആയിരിക്കുന്ന ആ ഭഗവാൻ എല്ലാവരോടും സമനാണ്. എല്ലാവർക്കും ഒരേപോലെയാണ് ഭഗവാൻ. പക്ഷേ ഈ ഗോപികളോട് ഭഗവാൻ ഇത്തിരി പ്രസാദം അധികം കാണിക്കുന്നുണ്ടോ? ഇത്തിരി ഭാഗ്യം അവർക്ക് അധികം ഉണ്ടോ? ഇത്തിരി അവരോട് സൗഹൃദം ഭഗവാൻ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ടവര് ഈ ഗോപിമാര് എന്നുള്ള ഭാവത്തിൽ പെരുമാറുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാൻ നമുക്ക് അർഹതയില്ല. കാരണം അത്ര പ്രേമമാണ് അവർ കൃഷ്ണനോട് ചെയ്യണത്.